നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ്. ഞാനിന്നിവിടെ പീഡിയാട്രിക് CKD, അതായത് കുട്ടികളിലെ വൃക്കരോഗത്തെപ്പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, പൊതുവെ വൃക്കരോഗം എന്ന് പറയുന്നത് കൂടുതലായി കണ്ടുവരുന്നത് അഡൾട്ട്സിലാണ്, മുതിർന്നവരിലാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മിക്കവാറും വൃക്കരോഗങ്ങളുടെ കാരണങ്ങൾ നമ്മൾ നോക്കിയാൽ ഷുഗർ, BP പോലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അതായത് ജീവിതശൈലി രോഗങ്ങളാണ് ഇതിൻ്റെ കാരണമായിട്ട് വരുന്നത്. അപ്പോൾ അതുമൂലം കിഡ്നി ഡാമേജ് വരുന്നവരാകുമ്പോൾ പലപ്പോഴും മിക്കവാറും ഉള്ളവർ അഡൾട്ട്സാണ്. പക്ഷേ കുട്ടികളിലെ വൃക്കരോഗം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണെന്നും പലപ്പോഴും ഇത് നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ അത് കുഞ്ഞിൻ്റെ വളർച്ചയെയും തുടർന്നുള്ള ജീവിതത്തെയും ഒരുപാട് സഹായിക്കുമെന്നും നമ്മളിൽ മിക്ക പാരൻസിനും അറിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് തന്നെ ഇന്ന് പറയണമെന്ന് ആഗ്രഹിച്ചത്. ഈ കുട്ടികളുടെ വൃക്കരോഗം എന്ന് പറയുന്നത് മുതിർന്നവരിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കാരണങ്ങൾ വെച്ച് നോക്കിയാൽ തന്നെ കുട്ടികളിൽ വൃക്കരോഗങ്ങൾ വരുന്നത് പലപ്പോഴും ജെനറ്റിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ മൂലം വരുന്നത്. അപ്പോൾ പലപ്പോഴും മറ്റുള്ള അസുഖങ്ങളൊന്നും കുഞ്ഞിന് ജനിക്കുമ്പോൾ ഒന്നും ഇല്ലെങ്കിൽ ഇത് അറിയാതെ പോകും. അതുപോലെ തന്നെ പലപ്പോഴും നമുക്കറിയാം, കിഡ്നി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ കാലിൽ നീര് അല്ലെങ്കിൽ മുഖത്ത് നീര് അല്ലെങ്കിൽ കിതപ്പ്, മൂത്രം പോകുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ ഇത് മിക്കവാറും ലക്ഷണങ്ങളൊന്നും കാണില്ല. വളരെ ലേറ്റ് ആവുന്ന സ്റ്റേജ് വരെ ലക്ഷണങ്ങളൊന്നും കാണില്ല. പലപ്പോഴും ലക്ഷണങ്ങളായിട്ട് വരുന്നത് തന്നെ ക്ഷീണമോ അല്ലെങ്കിൽ രക്തക്കുറവോ അല്ലെങ്കിൽ വളർച്ചയിലുള്ള ബുദ്ധിമുട്ട്, ഈ എല്ലുകളുടെ ബലക്കുറവ് മൂലം നടക്കാനുള്ള ബുദ്ധിമുട്ട്, നടുവേദന, കാല് വളയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും കിഡ്നി രോഗങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് മറ്റുള്ള പൊതുവെയുള്ള വൃക്കരോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ക്രിയാറ്റിൻ പോലുള്ള വാല്യൂസ് കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയുടെ സ്റ്റേജിലും വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലായിരുന്നു വിചാരിക്കുന്ന പല വാല്യൂസും ചിലപ്പം അബ്നോർമലായിരിക്കും. അതൊരു എക്സ്പേർട്ട് ഡോക്ടറിന് മാത്രമേ കണ്ടാൽ അറിയുള്ളൂ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പലപ്പോഴും ഇത് മിസ്സായാണ് നമ്മൾ കാണപ്പെടുന്നത്. അപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, കിഡ്നി ഡിസീസ് കുഞ്ഞുങ്ങളിൽ വരുന്നത് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജെനറ്റിക് കോസസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ കാരണങ്ങൾ കൊണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നതെന്ന് പറഞ്ഞാൽ കാക്കുട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾ, അതായത് കിഡ്നി ഡെവലപ്മെൻറ്റിലുള്ള കിഡ്നി കൺജനിറ്റൽ അനോമലിറ്റീസ് ഇൻ കിഡ്നി ആൻഡ് യൂറിനറി ട്രാക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളിൽ മൂത്രം പോകുന്ന ഭാഗങ്ങൾ എന്തെങ്കിലും തടസ്സമോ ജനിതകമായിട്ടുള്ള തടസ്സങ്ങൾ മൂലം മൂത്രമകത്ത് കെട്ടിക്കിടന്ന് അതിൽ നിന്ന് ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ വന്ന് കിഡ്നി തകരാറാവുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പാരൻസ് അമ്മ പ്രഗ്നൻ്റ് ആവുന്ന കാലം മുതലേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പോയാലേ അറിയുള്ളൂ. അപ്പോൾ അതൊന്ന്. രണ്ടാമതായി വരുന്നത് പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറയുന്ന ഒരു തരം രോഗമാണ്. അതായത് കിഡ്നികളിൽ കുമിളകൾ പോലെയുള്ള മുഴകൾ വരുന്ന രോഗം. അത് പിന്നീട് അത് ഡാമേജ് ഉണ്ടാക്കി തകരാറുണ്ട്. മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്ലോമറുലർ ഡിസീസസ്. അതായത് കിഡ്നിയിൽ നിന്ന് പ്രോട്ടീനുകൾ ലോസായി കിഡ്നിക്ക് തകരാറ് വരുന്നത്. ഇത് മൂന്നുമാണ് മെയിനായിട്ട് വരുന്ന ഗ്രൂപ്പ്. ഇതിൽ ഫസ്റ്റ് കാക്കുട്ട് എന്ന് പറയുന്നത് വളരെ കോമൺ ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് സൂക്ഷ്മമായിട്ട് കുഞ്ഞിനെ ഒബ്സർവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. കുഞ്ഞിനെയല്ല, അമ്മയുടെ ഗർഭകാലം മുതലേ അതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് വേണം. പ്രത്യേകിച്ച് ഫാമിലിയിൽ ആർക്കെങ്കിലും കിഡ്നി ഡിസീസ് ഉള്ളവരാണെങ്കിൽ അമ്മയുടെ പ്രഗ്നൻസി ടൈമിൽ തന്നെ ജനറ്റിക് ടെസ്റ്റിംഗ് മുതലേ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. രണ്ടാമത്, അമ്മയുടെ സ്കാനിങ്ങിലും പലപ്പോഴും കുഞ്ഞിൻ്റെ കിഡ്നി പ്രോബ്ലംസ് നേരത്തെ പിക്ക് ചെയ്യാറുണ്ട്. ഇത് വളരെയധികം അപകടമുള്ളതാണെങ്കിൽ പ്രഗ്നൻസി മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തടയാൻ പറ്റും. ഇനി അതല്ല, മുന്നോട്ട് പോയി റിസോൾവ് ആകുന്നതാണ്, ശരിയായി വരുന്നതാണെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം തുടർന്നുള്ള ചെക്കപ്പുകളും വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതിന് ആൻറ്റിനേറ്റൽ ടെസ്റ്റിംഗ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കുഞ്ഞ് ജനിച്ചതിന് ശേഷമുള്ള ചെക്കപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതോടൊപ്പം അമ്മയ്ക്ക് അതിൻ്റെ സിംറ്റംസ് പറഞ്ഞു, അത് കുഞ്ഞ് ജനിച്ചിട്ട് മൂത്രം പോകാൻ ബുദ്ധിമുട്ട്, മൂത്രം പോകുമ്പോൾ കരയുക, മൂത്രം തെറിച്ച് നല്ല രീതിയിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് വരിക, മൂത്രത്തിൽ കല്ലിൻ്റെ അംശം, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ കുഞ്ഞ് ഭയങ്കരമായിട്ട് കരയുക, ഇങ്ങനത്തെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാരൻസ് ഷുവറായിട്ടും പീഡിയാട്രീഷ്യനെയോ അല്ലെങ്കിൽ പീഡിയാട്രിക് നെഫ്രോളജിസ്റ്റിനെയോ കാണിക്കേണ്ടതാണ്. അടുത്തതായിട്ട്, ഇത് കുഞ്ഞ് കുറച്ചുകൂടെ ചിലപ്പോൾ ഈ ഒരു പരിധി വരെ രോഗങ്ങൾ കുഞ്ഞിൻ്റെ നോർമൽ വളർച്ചയോടെ മൂത്രാശയവും ബ്ലാഡർ, കിഡ്നി എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുമ്പം ശരിയായി വരാറുണ്ട്. അപ്പോൾ അത് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അടുത്തതായിട്ട്, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്. അത് പാരൻസിനും ടീച്ചേഴ്സിനും
അംഗൻവാടി സ്കൂൾ പോലുള്ളവർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പം കിഡ്നിയുടെ പ്രശ്നം പോലെ രക്തക്കുറവാണെങ്കിൽ ശ്രദ്ധക്കുറവ്, ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ട്, ഓക്കാനം വരിക, ഛർദിൽ വരിക, നടക്കാൻ കുഞ്ഞിൻ്റെ നോർമലായിട്ടുള്ള എഴുന്നേറ്റ് നടക്കുന്നതിൻ്റെയൊക്കെ താമസം വരിക, കൈകാലുകളിൽ വളവ് വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ കിഡ്നി പ്രോബ്ലം ആകാം എന്നുള്ളത് അറിഞ്ഞിരിക്കുക, ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യുക. പിന്നീട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും അവർ എക്സ്പേർട്സായിട്ട് ചെയ്തോളും. ഈ കാര്യങ്ങളെല്ലാം കോമൺ പബ്ലിക് എന്തുകൊണ്ട് അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾ ഇത് ഡയഗ്നോസ് ചെയ്ത് ലേറ്റ് ആകുമ്പോൾ പലപ്പോഴും അവരുടെ ലൈഫിലെ എല്ലാ ആസ്പെക്റ്റും ഇതിൽ അഫക്റ്റ് ആവുകയാണ്. അതായത് അവരുടെ ഡെവലപ്മെൻറ്റ്, അവരുടെ പഠിത്തം, അവരുടെ ഫാമിലി ലൈഫ്, സോഷ്യൽ സ്കിൽസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുകയാണ്. മാത്രമല്ല ഇത് ട്രീറ്റ് ചെയ്യുന്നതും മറ്റുള്ള അഡൾട്ടിൽ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. കാരണം അവരുടെ ന്യൂട്രീഷനും കൂടെ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്നു. പലപ്പോഴും ലേറ്റ് സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റ് പോലുള്ള കാര്യങ്ങൾ അഡൾട്ട്സിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ രോഗത്തെപ്പറ്റി കൃത്യമായിട്ടുള്ള അവയർനെസ്സും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏർലി സ്റ്റേജിൽ തന്നെ ട്രീറ്റ്മെൻറ്റും ഡോക്ടറെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.